നമസ്കാരം. വാസ്തുസ്കോർ.com ഏവർക്കും സ്വാഗതം. 2025 എങ്ങനെ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഞാൻ ഡിസംബർ പകുതിയോടുകൂടി തന്നെ 2025 എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ വാസ്തുസ്കോർ.com ഫേസ്ബുക്കിലൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയൊക്കെ നടന്നു വരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ സംഭവിക്കുമെങ്കിലും നമ്മുടെ ജീവിത നിലവാരം വളരെ ദുഃഖകരമായിരിക്കുമെന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ആ ഒരു നിലവാരം നമുക്ക് ഉയർത്തി വരണമെങ്കിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ യുവജനങ്ങൾക്കൊന്നും പ്രാർത്ഥനയില്ല, ക്ഷേത്രത്തിൽ പോകണമെന്നില്ല, മത പരിപാടികളൊന്നും പങ്കെടുക്കണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വീടുകളിൽ പൂജാമുറി പോലും വയ്ക്കാതെ നടത്തുന്ന ഒരുപാട് വലിയ കെങ്കേമന്മാരായ വീടുകളുണ്ട്. അഥവാ ഇനി വീടുകളിൽ ആ ഒരു പൂജാമുറി വയ്ക്കണമെന്ന് പറയുകയാണെങ്കിൽ അവസാന നിമിഷത്തിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് പൂജാമുറികൾ കിട്ടും. അത് വാങ്ങിച്ച് ഏതെങ്കിലും ഒരു കോർണറിൽ വയ്ക്കുന്ന പതിവാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു പൂജാമുറിക്ക് പോകണ്ട. നിങ്ങൾക്ക് ഒരു വിളക്ക് കൊളുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിലത്ത് ഒരു വിളക്ക് വയ്ക്കുക, നിലത്ത് ഒരു പലകെട്ട് വിളക്ക് വയ്ക്കുക. നിലത്ത് വയ്ക്കുന്നതുകൊണ്ടാണല്ലോ നിലവിളക്കെന്ന് പറയുന്നത്. അപ്പോൾ നിലവിളക്ക് അതിനൊരു കൂടാരമൊന്നും ആവശ്യമില്ല. കിഴക്കോട്ട് നോക്കി അല്ലെങ്കിൽ പടിഞ്ഞാറ് നോക്കി ഏതെങ്കിലും ഒരു കോർണർ വയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ആ ഭിത്തിയുടെ ബാക്കിൽ ടോയ്ലറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റെയർ കേസിൻ്റെ അടിയിലും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കിഴക്കോട്ട് നോക്കി ഏതെങ്കിലും ഒരു ഭിത്തിയുടെ ഒരു കോർണറിൽ നമുക്ക് കിഴക്കോട്ട് നോക്കി ഒരു വിളക്ക് മാത്രം കത്തിച്ച് വെച്ചാൽ മതി. ചിത്രങ്ങൾ വേണമെന്നില്ല. പിന്നെ ഒരു 5 തിരി വിളക്ക് കൂടി കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഊർജം ലഭിക്കും. പക്ഷേ ഇന്ന് എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. ചിലപ്പോൾ ഉദ്യോഗാർത്ഥികളായിരിക്കും വീട്ടിൽ താമസിക്കുന്നത്. കാലത്തോ വൈകിട്ടോ ചിലപ്പോൾ കത്തിക്കാൻ പറ്റിയില്ല എന്ന് വരും. എന്നിരുന്നാലും കഴിയുന്നതും ആ വിളക്ക് വൈകിട്ടും രാവിലെയും കത്തിക്കുന്നത് നന്നായിരിക്കും. ഒരിക്കലും റെഡിമെയ്ഡ് പൂജാമുറികൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്.